Good morning. Good morning, ma'am. Good morning, ma'am. എന്താണ് ക്രിസ്മസ് വെക്കേഷൻ ഒക്കെ കഴിഞ്ഞപ്പോ ആൾക്കാരുടെ എല്ലാം കുറവാണല്ലോ. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ വരെ പഠിപ്പിച്ചിരുന്നെന്ന് ഓർമ്മയുണ്ടോ? എവിടെ വരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തേ? വാട്ട് ഈസ് എ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ വരെ അല്ലെ? ഓക്കെ, ഓക്കെ. അപ്പൊ നമ്മള് വാട്ട് ഈസ് എ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ വരെയാണ് എടുത്ത് കഴിഞ്ഞ ക്ലാസ്സിൽ നിർത്തിയിരുന്നത്. ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞാൽ ആരാണ്? അവര് കർട്ടന്റെ പിന്നിൽ അല്ലെ, പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നവരാണ്. ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റി അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന് വേണ്ടിയിട്ട് വിപുലമായ തീരുമാനങ്ങൾ എടുക്കുന്നതിനായി ബിഹൈൻഡ് ദ കർട്ടൻ അല്ലെ, കർട്ടന്റെ പിന്നിൽ അല്ലെങ്കിൽ തിരശ്ശീലയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നവരാണ് ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലെ. അതുപോലെ അവർക്ക് നേരിട്ട് അവർ എന്ത് ചെയ്യുന്നുണ്ട്? പോളിസി ആൻഡ് ബഡ്ജറ്റുകളിൽ നേരിട്ട് കൈകാര്യം ചെയ്യുന്നത് വഴി അവർ വരുന്ന ഓരോ പേഷ്യൻസിന്റെയും എക്സ്പീരിയൻസ് അല്ലെ, അവരുടെ അനുഭവം വളരെ മെച്ചപ്പെട്ടതാവാൻ, അതുപോലെ അവിടെ വരുന്ന ഗസ്റ്റ്, സ്റ്റാഫ് മുതലായ എല്ലാവരുടെയും സേഫ്റ്റി, സുരക്ഷ ഉറപ്പുവരുത്താനായിട്ട് ഈ പറയുന്ന ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സിന് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പേഷ്യൻസിന് അല്ലെ, പേഷ്യൻസിന് കൊടുക്കുന്ന പേഷ്യൻസിന് കൊടുക്കേണ്ട രോഗി പരിചരണവുമായി ബന്ധപ്പെട്ട ആ ഒരു നിയന്ത്രണ ചട്ടക്കൂടുകളെ കുറിച്ച് കൃത്യമായ ഒരു അറിവ് ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്ററിന് ഉണ്ടായിരിക്കണം. ആരുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് എന്താ? ഡോക്ടേഴ്സ്, ഫിസിഷ്യൻസ് പോലെയുള്ളവരുടേതായ ഉത്തരവാദിത്തത്തിൽ നിന്നും ഒത്തിരി വ്യത്യസ്തമാണ് ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്ററിന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ഡോക്ടേഴ്സ് അവരെ പേഷ്യൻസിനെ നേരിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എങ്ങനെയാ? അവർക്ക് കൊടുക്കുന്ന ഫെസിലിറ്റികളെ സൂപ്പർവൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ മേൽനോട്ടം വഹിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ വാട്ട് ഈസ് എ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്ന ഭാഗത്ത് നോക്കിയത്. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാം. ഇത്രയും ഭാഗം ക്ലിയർ അല്ലേ? ഓക്കെ, നോക്കിയേ നെക്സ്റ്റ്, ഹൗ ടു ബിക്കം എ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ. ഇനി ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ എങ്ങനെ ആകാം അല്ലെ? എങ്ങനെ ആകാൻ പറ്റും നമുക്ക്? നോക്കിയേ, ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഫ്രീക്വന്റ്ലി ഇന്ററാക്ട് വിത്ത് ഡോക്ടേഴ്സ്, നഴ്സസ്, സർജൻസ് ആൻഡ് ടെക്നീഷ്യൻസ്. അപ്പൊ ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത് ആരൊക്കെയായിട്ട് ഇന്ററാക്ട് ചെയ്യേണ്ടതായിട്ട് വരും? ഫ്രീക്വന്റ്ലി ഇന്ററാക്ട് ചെയ്യണം അല്ലെ, ഇടയ്ക്കിടയ്ക്ക് ഇവരുമായിട്ട് ഇടപഴകേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ ഇന്ററാക്ട് ചെയ്യേണ്ടതായിട്ട് വരും. ആരൊക്കെയായിട്ട് ഇന്ററാക്ട് ചെയ്യേണ്ടതായിട്ട് വരും? ഡോക്ടേഴ്സുമായിട്ട് ഇന്ററാക്ട് ചെയ്യേണ്ടതായിട്ട് വരും, നഴ്സസ്, സർജൻ, ടെക്നീഷ്യൻസ് മുതലായ എല്ലാവരുമായിട്ടും ഇടപഴകേണ്ടതായിട്ട് വരും. ഇടയ്ക്കിടയ്ക്ക് ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഇന്ററാക്ട് ചെയ്യേണ്ടതായിട്ട് വരും. Then they control the operation of healthcare organizations and seldom meet directly with the patients in the healthcare facility. എന്താ? അവർ they control the operation of healthcare organization. ഹെൽത്ത് കെയർ ഓർഗനൈസേഷന്റെ ഓപ്പറേഷൻസ് അല്ലെങ്കിൽ അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളെ കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ നിയന്ത്രിക്കുക എന്നതാണ് ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്ററിന്റെ പ്രധാന ഡ്യൂട്ടി എന്ന് പറയുന്നത് അല്ലെ. ആൻഡ് സെൽഡം എന്ന് പറഞ്ഞാൽ അപൂർവമായി അല്ലെ, മീറ്റ് ഡയറക്ട്ലി വിത്ത് ദ പേഷ്യൻസ് ഇൻ ദ ഹെൽത്ത് കെയർ ഫെസിലിറ്റി. ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിൽ വരുന്ന പേഷ്യൻസിനോട് ഡയറക്ട്ലി മീറ്റ് ചെയ്യേണ്ടത് അല്ലെ, അവരോട് നേരിട്ട് അവരുമായിട്ട് ഇടപഴകേണ്ടി വരുന്നത് വളരെ അപൂർവമായിട്ടായിരിക്കും അല്ലെ. ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞു, അവരുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു ഫിസിഷ്യനിൽ നിന്നും വ്യത്യസ്തമാണ് അല്ലെ. അവിടെ ഡോക്ടേഴ്സ് പേഷ്യൻസുമായിട്ട് നേരിട്ട് ഇടപഴകുന്നുണ്ടെങ്കിൽ ഇവരെന്താ ചെയ്യുന്നത്? അവിടെ കൊടുക്കുന്ന ഫെസിലിറ്റികൾക്ക് വേണ്ടിയിട്ടുള്ള മേൽനോട്ടം വഹിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. ഇവിടെയും അത് തന്നെയാ പറയുന്നത്. എന്താ? അവിടുത്തെ പ്രവർത്തനങ്ങൾ, ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷന്റെ ഓപ്പറേഷൻസ് അല്ലെങ്കിൽ അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളെ കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ നിയന്ത്രിക്കുകയാണ് ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ ചെയ്യുന്നത്. വളരെ അപൂർവമായി മാത്രമേ ആ ഹോസ്പിറ്റലിലേക്ക് അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിൽ വരുന്ന പേഷ്യൻസുമായിട്ട് വളരെ അപൂർവമായിട്ട് മാത്രമേ ഇവർക്ക് നേരിട്ട് എന്ത് ചെയ്യേണ്ടി വരാറുള്ളൂ? ഇടപെടലുകൾ നടത്തേണ്ടതായിട്ട് വരാറുള്ളൂ. നോക്കിയേ,
an administrator's duty is to form the policy that runs the facility and make better the patient's experience. Okay, for administrator duty ennu parayunnathu is to form the policy that runs the facility and make better the patient's experience. avada varuna patients inde experience alli avada varuna oro rogikaludeyum avarude anubhavam alle avada vannu avarku nalla services kittanam nalla facilities kodukkanam alle appo adilude avarku kittunna oru experience alli anubhavam valare മികച്ചതാക്കണമെങ്കിൽ അവിടെ എന്ത് ചെയ്യണം? അതിനനുസരിച്ചുള്ള നല്ല ഫെസിലിറ്റികൾ കൊടുക്കണം അല്ലെ, അതിനനുസരിച്ചുള്ള നല്ല സർവീസുകൾ കൊടുക്കണം അല്ലെ. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള പോളിസികൾ ഫോം ചെയ്യുക അല്ലെങ്കിൽ രൂപീകരിക്കുക എന്നതാണ് ഒരു അഡ്മിനിസ്ട്രേറ്ററിന്റെ പ്രധാന ഡ്യൂട്ടി എന്ന് പറയുന്നത്. An administrator's duty is to form the policy that runs the facility and make better the patient's experience. അവിടെ വരുന്ന ഓരോ രോഗികളുടെയും എക്സ്പീരിയൻസ് വളരെ മികച്ചതാക്കാനായിട്ട് അതിനാവശ്യമായ അവർക്ക് നല്ല സർവീസുകൾ കൊടുക്കണം, നല്ല ഫെസിലിറ്റികൾ കൊടുക്കണം. അതിനു വേണ്ടിയുള്ള പോളിസികൾ രൂപീകരിക്കേണ്ടത് ഒരു അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടിയിൽ വരുന്നതാണ്. Then healthcare administration careers are necessary to successful and efficient healthcare facilities. ഇനി ഈ ഒരു healthcare administration എന്ന് പറയുന്ന ആ ഒരു കരിയർ അല്ലെ, ആ ഒരു ജോലി മേഖല are necessary to successful and efficient healthcare facility. അപ്പൊ നല്ലൊരു ആരോഗ്യ പരിചരണ സേവനങ്ങള് ഈ ഫെസിലിറ്റികള് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇപ്പൊ ഒരു ഹോസ്പിറ്റൽ ആയിക്കോട്ടെ, നഴ്സിംഗ് ഹോമുകളായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ ഏതൊരു ഹെൽത്ത് കെയർ മേഖലയും ആയിക്കോട്ടെ, ആ ഒരു സ്ഥാപനങ്ങള് വളരെ വിജയകരമായിട്ടും വളരെ കാര്യക്ഷമമായിട്ടും മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ആരാവശ്യമാണ്? അവിടെ ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു വിഭാഗം വളരെ ആവശ്യമാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ കരിയർ ആ ഒരു മേഖല, ആ ഒരു ജോലി മേഖല എന്ന് പറയുന്നത് ഏതൊരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയും വളരെ സക്സസ്ഫുൾ ആയിട്ടും എഫിഷ്യന്റ് ആയിട്ടും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് വളരെ അനിവാര്യമായിട്ടുള്ളൊരു മേഖലയാണ്. And owing to the continuous need for healthcare facilities from hospitals to nursing homes, healthcare administration is an important firm job for those who are interested in improving healthcare policy. ഇനി എന്താ പറയുന്നേ, നമ്മൾ ഈ ഒരു ജോലിയിലേക്ക് അങ്ങനെ ഒരാൾ വരണമെങ്കിൽ അല്ലെ, നമുക്കാണെങ്കിൽ ഇപ്പൊ ഒരു ഹെൽത്ത് കെയർ ഫീൽഡിലേക്ക് പോകണമെങ്കിൽ നമ്മൾ എന്തായിരിക്കും അതിൽ നമുക്ക് താല്പര്യം ഉണ്ടാവണം അല്ലേ. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ ഇവിടെ എന്താണെന്ന് നോക്കിയേ, owing to continuous need for healthcare facilities from hospitals to nursing home. ഹോസ്പിറ്റൽ മുതൽ നഴ്സിംഗ് ഹോമുകൾ വരെയുള്ള ഹെൽത്ത് കെയർ ഫെസിലിറ്റികളിലെ തുടർച്ചയായിട്ടുള്ള ആവശ്യകതകൾ കാരണം കണ്ടിന്യൂസ് നീഡ് ഓഫ് ഹെൽത്ത് കെയർ ഫെസിലിറ്റി, ഈ പറയുന്ന ഹോസ്പിറ്റൽ മുതൽ നഴ്സിംഗ് ഹോമുകൾ വരെയുള്ള ഹെൽത്ത് കെയർ ഫെസിലിറ്റികളുടെ കണ്ടിന്യൂസ് നീഡ്, തുടർച്ചയായ ആവശ്യകതകൾ കാരണം അവരുടെ ഹെൽത്ത് കെയർ പോളിസികള്, അവിടെയുള്ള ഹെൽത്ത് കെയർ പോളിസികള് ഇംപ്രൂവ് ചെയ്യാൻ അല്ലെങ്കിൽ മെച്ചപ്പെടുത്താനായിട്ട് ഇൻട്രസ്റ്റ് ഉള്ള അല്ലെങ്കിൽ താല്പര്യമുള്ള വ്യക്തികൾക്ക് ഈ പറയുന്ന ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ആ ഒരു ജോലി വളരെ ഇമ്പോർട്ടന്റ് അതുപോലെ ഒരു ഫേം ജോബ്, ഒരു സ്ഥിര ജോലിയുമാണ്. അത് ആ ഒരു വ്യക്തിയെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ആ ഒരു വ്യക്തി എപ്പോഴും എങ്ങനെയായിരിക്കണം? അതൊരു ഹോസ്പിറ്റൽ മുതൽ നഴ്സിംഗ് ഹോം വരെയുള്ള ഏതൊരു മേഖല അല്ലെ, ഏതൊരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയുടെയും അവിടെ തുടർച്ചയായിട്ട് അവിടെ നമ്മൾ പല ആവശ്യകതകളും ചെയ്തു കൊടുക്കേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ അതിനനുസരിച്ച് അവിടുത്തെ ഹെൽത്ത് പോളിസികള് ഇംപ്രൂവ് ചെയ്യാൻ അല്ലെങ്കിൽ മെച്ചപ്പെടുത്താൻ എന്ന് പറഞ്ഞാൽ കാരണം അല്ലെങ്കിൽ അവിടുത്തെ നിമിത്തം എന്നൊക്കെ നമുക്ക് പറയാം. ആ ഒരു കാരണം അല്ലെങ്കിൽ ആ ഒരു കാരണത്താൽ എന്ന് നമ്മൾ പറയില്ലേ, അത് തന്നെ. അപ്പൊ നോക്കി ഇവിടെ അങ്ങനെ ഒരു ഹെൽത്ത് കെയർ പോളിസികള്, അങ്ങനെയുള്ള ഹെൽത്ത് കെയർ പോളിസികൾ ഇംപ്രൂവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പുതിയ പുതിയ പോളിസികൾ രൂപീകരിക്കാനായിട്ട് ഇൻട്രസ്റ്റ് ഉള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ഈ പറയുന്ന ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ ആവാനായിട്ട് സാധ്യതയുള്ളൂ. കാരണം അങ്ങനെ ഒരു താല്പര്യമുള്ള ഒരു വ്യക്തിക്കാണെങ്കിൽ ഈ ഒരു ജോലി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് അല്ലെ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ ഒരു സ്ഥിര ജോലി കൂടിയാണ്. അപ്പൊ എന്തൊക്കെയാണ് ആ ഒരു പാരഗ്രാഫിൽ നമ്മൾ പറഞ്ഞു? ഒന്ന് ജസ്റ്റ് ഒന്നും കൂടി നമുക്ക് എന്താ നോക്കാം. ഹൗ ടു ബിക്കം എ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ എന്താണ് നമ്മൾ പറഞ്ഞത്?
ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത് അവർ ഇടപഴകേണ്ടത് ആരൊക്കെയായിട്ടാണ്? ഇടയ്ക്കിടയ്ക്ക് അവർക്ക് ആരൊക്കെയായിട്ട് ഇന്ററാക്ട് ചെയ്യേണ്ടതായിട്ട് വരും? ഡോക്ടേഴ്സുമായിട്ട് ഇന്ററാക്ട് ചെയ്യേണ്ടതായിട്ട് വരും, നഴ്സസുമായിട്ട് ഇന്ററാക്ട് ചെയ്യേണ്ടതായിട്ട് വരും, സർജൻസ് ടെക്നീഷ്യൻസുമായിട്ട് ഇന്ററാക്ട് ചെയ്യേണ്ടതായിട്ട് വരും. ദെൻ സെക്കൻഡ് പോയിന്റ് പറഞ്ഞ ഫസ്റ്റ് പോയിന്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോട്ടോ. ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് മുതൽ ടെക്നീഷ്യൻസ് വരെയുള്ള ആ ഒരു സെന്റൻസ് കേട്ടോ. Then next നോക്കിയേ, they control the operation of healthcare organizations. ആ ഒരു ഓരോ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസിന്റെയും അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കേണ്ടത് ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ ആണ്, അല്ലെ? അതുപോലെ തന്നെ അവിടെ വരുന്ന പേഷ്യൻസുമായിട്ട് വളരെ അപൂർവമായിട്ട് മാത്രമേ ഇവർ നേരിട്ട് എന്ത് ചെയ്യാറുള്ളൂ? ഇടപെടൽ നടത്താറുമുള്ളൂ. ദെൻ ആൻ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഒരു പ്രധാന ഡ്യൂട്ടി അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോട്ടോ. ആൻ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഡ്യൂട്ടി ഈസ് ടു ഫോം ദ policy that runs the facility and make better the patient's experience. എന്താ ഒരു അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താണ്? അവിടെ ആ ഒരു വരുന്ന ഓരോ പേഷ്യൻസിനും അവർക്ക് കൊടുക്കുന്ന സർവീസുകളിലൂടെ അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന സേവനങ്ങളിൽ ഫെസിലിറ്റികളിലൂടെ അല്ലെ നല്ല രീതിയിലുള്ള ഒരു പേഷ്യൻസിന് അവർക്ക് നല്ല എന്താണ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ മികച്ച അനുഭവം എന്ത് ചെയ്യുക? ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി അവർക്ക് നല്ല നല്ല ഫെസിലിറ്റികളും നല്ല നല്ല സേവനങ്ങളും കൊടുക്കണം. അപ്പൊ അതിനു വേണ്ടിയുള്ള പോളിസികൾ രൂപീകരിക്കുക എന്നതാണ് ഒരു അഡ്മിനിസ്ട്രേറ്ററിന്റെ പ്രധാന ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി പിന്നെ പറയുന്നത് നമ്മൾ എന്താണ്? ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ കരിയർ ആണ്, ആ ഒരു ജോലി മേഖല അല്ലെ? ആ ഒരു മേഖല എന്ന് പറയുന്നത് ഏതൊരു ഹെൽത്ത് കെയർ ഫെസിലിറ്റികളും വളരെ സുഗമമായിട്ടും വിജയകരമായും കാര്യക്ഷമമായും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു കരിയർ ആണ് എന്തെന്ന് പറയുന്നത്? ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ കരിയർ എന്ന് പറയുന്നത്. ആ ഒരു മേഖലയിലുള്ളവർക്കാണ് ആ ഡ്യൂട്ടികൾ കൃത്യമായിട്ട് അല്ലെങ്കിൽ ഭംഗിയായിട്ട് ചെയ്യാനും അതുവഴി ആ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയെ വളരെ എന്താണ് സക്സസ്ഫുൾ ആയിട്ടും എഫിഷ്യന്റ് ആയിട്ടും മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുകയുള്ളൂ. രണ്ടാമതാണ് നമ്മൾ പറയുന്നത് ആ ഒരു വ്യക്തി, ആ ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കാര്യം പറയുന്നത്. അപ്പൊ ആ ഒരു വ്യക്തി എങ്ങനെയുള്ള ഒരാളായിരിക്കണം? അതായത് ഹോസ്പിറ്റൽ മുതൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഹോസ്പിറ്റൽ മുതൽ നഴ്സിംഗ് ഹോമുകൾ വരെയുള്ള എല്ലാ ഹെൽത്ത് കെയർ ഫെസിലിറ്റികളുടെയും തുടർച്ചയായിട്ടുള്ള ആവശ്യകതകള് അല്ലെ അത് കാരണം അല്ലെങ്കിൽ ആ തുടർച്ചയായ ആവശ്യകതകൾ നിമിത്തം അവരുടെ ഹെൽത്ത് കെയർ പോളിസികള് മെച്ചപ്പെടുത്താൻ താല്പര്യമുള്ള ആളുകൾക്ക്, അങ്ങനെയുള്ള താല്പര്യമുള്ള വ്യക്തികൾക്കാണ് ഈ പറയുന്ന ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ ജോലി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതും ഒരു സ്ഥിരവുമായിട്ടുള്ളൊരു ജോലിയാണ്. ക്ലിയർ ആണോ? അത്രയും ഓക്കെ ആണോ? Okay. Next നോക്കിയേ, health care administration may include the oversight and management of. ഇനി ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷന്റെ കീഴിൽ വരുന്ന അതിനുള്ളിൽ വരുന്ന അതെ ആ എന്തൊക്കെ മേഖലകളെയാണ് അല്ലെങ്കിൽ ഏതൊക്കെ പ്രധാനപ്പെട്ട ഏരിയകളെയാണ് പ്രധാനമായിട്ടും ഓവർസൈറ്റ് ചെയ്യുക എന്ന് പറയുന്നത്? മേൽനോട്ടം വഹിക്കുന്നതും മാനേജ് ചെയ്യുന്നതുമായിട്ടുള്ള പ്രധാനപ്പെട്ട ഏരിയകളാണ് താഴെ പറഞ്ഞിരിക്കുന്നത്. ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ മേൽനോട്ടം വഹിക്കുന്നതും മാനേജ് ചെയ്യുന്നതുമായിട്ടുള്ള ഏരിയകളാണ് താഴെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, എൻറ്റയർ ഹെൽത്ത് കെയർ സിസ്റ്റം എന്താ? ആ ഒരു എൻറ്റയർ അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ആരോഗ്യ പരിചരണ സംവിധാനങ്ങളുടെ മേൽനോട്ടവും മാനേജ്മെന്റും ആരുള്ളിൽ വരുന്നതാണ്? ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ ആണ് ചെയ്യുന്നത്. ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷന്റെ കീഴിൽ വരുന്ന കാര്യങ്ങൾ അവര് മേൽനോട്ടം വഹിക്കുന്നത് അവര് മാനേജ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് താഴെ പറഞ്ഞിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് പറഞ്ഞ എന്താ? എൻറ്റയർ ഹെൽത്ത് കെയർ സിസ്റ്റം, മൊത്തത്തിലുള്ള ആരോഗ്യ പരിചരണ സംവിധാനങ്ങള് അല്ലെ? അപ്പൊ ഈ പറയുന്ന എല്ലാ സ്ഥാപനങ്ങളുടെയും പ്രധാനപ്പെട്ട ഒരു എന്താണ് ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെയും ആരോഗ്യ പരിചരണ സംവിധാനങ്ങളുടെയും മൊത്തത്തിലുള്ള മേൽനോട്ടവും അതുപോലെ മാനേജ്മെന്റും ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷന് കീഴിലാണ് വരുന്നത്. രണ്ടാമതായിട്ട് സ്പെസിഫിക് ഫെസിലിറ്റീസ്, പ്രത്യേക സൗകര്യങ്ങൾ ഏതൊക്കെയാ? ഫിസിഷ്യൻസ് പ്രാക്ടീസ്, ഹോസ്പിറ്റലുകള്, ഹോം ഹെൽത്ത് ഏജൻസി മുതലായ പ്രത്യേക സേവനങ്ങളുടെയും ഓവർസൈറ്റ് ചെയ്യുക, മേൽനോട്ടം വഹിക്കുന്നതും മാനേജ്മെന്റ് ചെയ്യുന്നതും ഒരു ഹെൽത്ത് കെയർ
അഡ്മിനിസ്ട്രേഷൻ ആണ്. Then മൂന്നാമതായി പറയുന്നത് സ്പെസിഫിക് ഡിപ്പാർട്ട്മെന്റ്സ് ഓർ യൂണിറ്റ്സ്, പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ യൂണിറ്റുകളായിട്ടുള്ള ക്രിട്ടിക്കൽ കെയർ യൂണിറ്റുകള്, എമർജൻസി ഡിപ്പാർട്ട്മെന്റുകള് ആൻഡ് കാർഡിയാക് കെയർ യൂണിറ്റ് മുതലായിട്ടുള്ളവ. അതൊക്കെ സ്പെസിഫിക് ഡിപ്പാർട്ട്മെന്റ്സ് ഓർ യൂണിറ്റ്സ് ലൈക്ക് ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ്സ്, എമർജൻസി ഡിപ്പാർട്ട്മെന്റ്സ്, കാർഡിയാക് കെയർ യൂണിറ്റ്സ് മുതലായവയുടെയൊക്കെ മേൽനോട്ടം വഹിക്കുന്നതും മാനേജ് ചെയ്യുന്നതും ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ ആണ്. Then സ്പെസിഫിക് ക്ലിനിക്കൽ ഏരിയാസ്, പ്രത്യേക ക്ലിനിക്കൽ ഏരിയാസ് ആയിട്ടുള്ള ലൈക്ക് എന്താണ് നഴ്സിംഗ്, ഫിസിക്കൽ തെറാപ്പി ആൻഡ് കാർഡിയോളജി മുതലായ പ്രത്യേക ക്ലിനിക്കൽ ഏരിയാസിനെയും ഓവർവ്യൂ ചെയ്യുന്ന അല്ലെങ്കിൽ മേൽനോട്ടം വഹിക്കുന്നതും മാനേജ് ചെയ്യുന്നതും ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ ആയിരിക്കും. Then നെക്സ്റ്റ് ലാസ്റ്റ് വൺ ആണ് സ്പെസിഫിക് ഏരിയാസ് ആയിട്ടുള്ള ലൈക്ക് സ്റ്റാഫിംഗ്, ജീവനക്കാരെ നിയമിക്കുക, ഫെസിലിറ്റി അഡ്മിനിസ്ട്രേഷൻ, നല്ല നല്ല സൗകര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുക, അഡ്മിഷൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക, ആൻഡ് ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. ഇങ്ങനെയുള്ള സ്പെസിഫിക് ഏരിയാസിലെയും മേൽനോട്ടം വഹിക്കുന്നതും മാനേജ്മെന്റും എന്തിനുൾപ്പെടുന്നതാണ്? ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷന്റെ കീഴിൽ ഉൾപ്പെടുന്നതാണ്. ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷന്റെ കീഴിൽ ഉൾപ്പെടുന്നതായിട്ടുള്ള അവര് മേൽനോട്ടം വഹിക്കുന്നതും മാനേജ്മെന്റ് ചെയ്യുന്നതുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ താഴെ പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വൺ പറയുന്നത് എൻറ്റയർ ഹെൽത്ത് കെയർ സിസ്റ്റം, മൊത്തത്തിലുള്ള ആരോഗ്യ പരിചരണ സംവിധാനങ്ങളെ മൊത്തത്തിൽ മേൽനോട്ടം വഹിക്കുന്നതും മാനേജ് ചെയ്യുന്നതും ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷന്റെ ഡ്യൂട്ടിയാണ്. രണ്ടാമതായി പറഞ്ഞത് പ്രത്യേക ഫെസിലിറ്റികള്, അതായത് ഏതൊക്കെയാ ഫിസിഷ്യൻസ് പ്രാക്ടീസ്, ഹോസ്പിറ്റലുകള്, ഹോം ഹെൽത്ത് ഏജൻസി മുതലായ പ്രത്യേക സൗകര്യങ്ങളുടെയും മേൽനോട്ടം വഹിക്കുന്നത് മാനേജ്മെന്റും ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷനിൽ വരുന്നതാണ്. സ്പെസിഫിക് ഡിപ്പാർട്ട്മെന്റ്സ് അല്ലെങ്കിൽ യൂണിറ്റുകളായിട്ടുള്ള ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ്, എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, കാർഡിയാക് കെയർ യൂണിറ്റ് മുതലായവയുടെയും അതുപോലെ സ്പെസിഫിക് ക്ലിനിക്കൽ ഏരിയാസ് ആയിട്ടുള്ള നഴ്സിംഗ്, ഫിസിക്കൽ തെറാപ്പി, കാർഡിയോളജി മുതലായ പ്രത്യേക ക്ലിനിക്കൽ ഏരിയാസ് ആൻഡ് സ്പെസിഫിക് ഏരിയാസ് ആയിട്ടുള്ള സ്റ്റാഫിന് ജീവനക്കാരെ നിയമിക്കുക, ഫെസിലിറ്റികൾ സൗകര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുക, അഡ്മിഷൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക, ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക മുതലായ എല്ലാ കാര്യങ്ങളെയും മേൽനോട്ടം വഹിക്കുന്നതും മാനേജ്മെന്റും ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷനിൽ ഇൻവോൾവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ക്ലിയർ ആണോ? 3 പോയിന്റ്സ്. വേഗം ഹൗ ടു ബിക്കം എ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്ന ഭാഗം ഒന്ന് ഓടിച്ചു നോക്കി വേഗം. ക്ലിയർ ആണോ? ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ നെക്സ്റ്റ് നമ്മള് പ്രിൻസിപ്പിൾസ് ഓഫ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ ആണ് കേട്ടോ. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു ഭാഗം നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതാണ്. പ്രിൻസിപ്പിൾസിൽ നിന്നും ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് ഏത്, ഇൻക്ലൂഡഡ് അല്ലാത്തത് ഏത് എന്ന രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് കുറച്ച് ഒബ്ജക്റ്റീവും വരുന്നുണ്ട്. 2 പോയിന്റ് വൈസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഒബ്ജക്റ്റീവ് അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ അത് ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കി വിട്ടാൽ മതി കേട്ടോ. പക്ഷെ പ്രിൻസിപ്പിൾ അങ്ങനെയല്ല. പ്രിൻസിപ്പിൾ ചോദിക്കാറുണ്ട്. പ്രിൻസിപ്പിൾ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് ഏത്, ഇൻക്ലൂഡഡ് അല്ലാത്തത് ഏത് എന്ന രീതിയിൽ ഷുവർ ആയിട്ടും ഈ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതുകൊണ്ട് തന്നെ പ്രിൻസിപ്പിൾ ഇമ്പോർട്ടന്റ് ആണെന്ന് വെച്ച് നിങ്ങൾ പഠിച്ചു വെക്കുക. മറ്റ് ഒബ്ജക്റ്റീവ് ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കി വിട്ടാൽ മതി. ഒബ്ജക്റ്റീവിന് അങ്ങനെ ക്വസ്റ്റ്യൻസ് ഇതുവരെയും ചോദിച്ച് കണ്ടിട്ടില്ല. കാരണം പ്രത്യേകിച്ച് അതിവിടെ കുറച്ച് സെന്റൻസുകളൊക്കെ കുറച്ച് ലെങ്തി ആയിട്ടൊക്കെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗത്ത് നിന്ന് അങ്ങനെ ഇതുവരെയും ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടില്ല. അപ്പൊ എപ്പോഴും പ്രിൻസിപ്പിളിൽ നിന്നാണ് കൂടുതലും ക്വസ്റ്റ്യൻസ് ആ ഒരു ഭാഗത്ത് നിന്നാണ് വരാറ് കേട്ടോ. അപ്പൊ പ്രിൻസിപ്പിൾ നോക്കാം കേട്ടോ. നോക്കിയേ, ഫസ്റ്റ് പ്രിൻസിപ്പിൾ ദീസ് ഷുഡ് ബി ഹെൽത്തി നാഷണൽ ഹെൽത്ത് പോളിസി. എന്താണ് ഈ പ്രിൻസിപ്പിൾ ഓഫ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷന്റെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ ആണ് പറയുന്നത്. ദീസ് ഷുഡ് ബി ഹെൽത്തി നാഷണൽ ഹെൽത്ത് പോളിസി. ആരോഗ്യകരമായിട്ടുള്ള ഒരു നാഷണൽ ഹെൽത്ത് പോളിസികൾ ഉറപ്പുവരുത്തുക എന്ന് വെച്ചാൽ എന്താണ് ഒരു നാഷണൽ ഹെൽത്ത് പോളിസി? കേട്ടിട്ടുണ്ടോ? നാഷണൽ ഹെൽത്ത് പോളിസി എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ?
ആരും കേട്ടിട്ടില്ല? എന്താണ് നമ്മുടെ നാഷണൽ ഹെൽത്ത് പോളിസി എന്ന് പറയുമ്പോൾ എന്താണ്? ദേശീയപരമായിട്ടുള്ള അല്ലെ, നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് പീരിയോഡിക്കലി ആനുകാലികമായിട്ട് പബ്ലിഷ് ചെയ്യുന്ന ഒന്നാണ് നാഷണൽ ഹെൽത്ത് പോളിസികൾ, ആരോഗ്യ നയങ്ങൾ. അപ്പൊ അതെന്തിനു വേണ്ടിയായിരിക്കും ഇങ്ങനെയുള്ള നാഷണൽ ഹെൽത്ത് പോളിസികൾ അവര് പബ്ലിഷ് ചെയ്യുന്നത്? സെൻട്രൽ ഗവൺമെന്റ് എന്തിനു വേണ്ടിയിട്ടായിരിക്കും? അതിനുള്ളിൽ എന്തൊക്കെയായിരിക്കും ആ ഒരു ഹെൽത്ത് പോളിസികളുടെ ഉള്ളിൽ വരിക? ഒരുപാട് പ്രോഗ്രാംസ് ആയിരിക്കും അല്ലെ. എന്തിനാണ് അങ്ങനെയുള്ള പ്രോഗ്രാംസ് അവര് കൊണ്ടുവരുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് അവിടെ അങ്ങനെയുള്ള പ്രോഗ്രാംസ് കൊണ്ടുവരുന്നത്? എന്തിനായിരിക്കും? അതെന്തായിരിക്കും പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്? അതിന്റെ സെൻട്രൽ ഗവൺമെന്റ് ഇങ്ങനെയുള്ള ആരോഗ്യ നയങ്ങൾ കൊണ്ടുവരുന്നതിന്റെ അതിനുള്ളിൽ ഒരുപാട് പ്രോഗ്രാംസ്, ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ്, കാര്യങ്ങൾ ഉണ്ടാവും. എന്തിനു വേണ്ടിയാണ് അങ്ങനെയുള്ള പോളിസികൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് നമ്മുടെ ഗവൺമെന്റ് കൊണ്ടുവരുന്നത്? എന്തിനു വേണ്ടിയാ? എന്തിനു വേണ്ടിയായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ. എന്തിനു വേണ്ടിയായിരിക്കും അങ്ങനെയുള്ള പോളിസികളൊക്കെ കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ പ്രോഗ്രാംസ് കൊണ്ടുവരുന്നത്? എന്താണ് ആരും റെസ്പോണ്ട് ചെയ്യാത്തെ? അതെ, ബെറ്റർ പേഷ്യന്റ് കെയർ അല്ലെ. അവിടെയുള്ള നമ്മുടെ ഓരോ ജനങ്ങൾക്കും അല്ലെ, നമ്മുടെ ഓരോ ജനങ്ങൾക്കും അവരുടെ ഹെൽത്ത് അല്ലെ, ആരോഗ്യവും ക്ഷേമം, വെൽബീയിങ്, അവരുടെ ആരോഗ്യവും ക്ഷേമവും ഇംപ്രൂവ് ചെയ്യാൻ അല്ലെ, മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള നാഷണൽ ഹെൽത്ത് പോളിസികൾ നമ്മുടെ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നത്? രൂപീകരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് പീരിയോഡിക്കലി അല്ലെങ്കിൽ ആനുകാലികമായി പബ്ലിഷ് ചെയ്യുന്ന ഒന്നാണ് നാഷണൽ ഹെൽത്ത് പോളിസികൾ. ജസ്റ്റ് നിങ്ങൾക്ക് വേറെ ഒന്നും പഠിക്കാനില്ല അതിന്റെ, ജസ്റ്റ് ആ ഒരു പോയിന്റ് മാത്രമേ ഉള്ളൂ. അപ്പൊ മിസ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു തരുന്നതാണ് കേട്ടോ. അങ്ങനെയുള്ള നാഷണൽ ഹെൽത്ത് പോളിസികളുടെ പ്രധാന എയിം എന്ന് പറയുന്നത് ഓരോ ജനങ്ങളുടെയും അവരുടെ ആരോഗ്യവും ക്ഷേമവും മെച്ചപ്പെടുത്തുക. എങ്ങനെ നമുക്ക് മെച്ചപ്പെടുത്താൻ പറ്റും? എങ്ങനെ മെച്ചപ്പെടുത്താനാ പറ്റുക? ഈ പറയുന്ന ഹോസ്പിറ്റലുകളിലൂടെ കൊടുക്കുന്ന സേവനങ്ങളിലൂടെ അല്ലെ, നല്ല രീതിയിലുള്ള ആരോഗ്യ, നല്ല ക്വാളിറ്റിയുള്ള ഹെൽത്ത് കെയർ അല്ലെ, നല്ല ഗുണനിലവാരമുള്ള ആരോഗ്യ പരിചരണത്തിലൂടെയാണ് മെച്ചപ്പെടുത്താൻ പറ്റുന്നത് അല്ലെ. അല്ലെ എങ്ങനെയായിരിക്കണം ആ നല്ല ഗുണനിലവാരമുള്ള ആരോഗ്യ പരിചരണം കൊടുക്കുക എന്ന് പറയുന്നത്? ഒരുപാട് കോസ്റ്റ്ലി ആയിട്ടാണോ കൊടുക്കേണ്ടത്? അല്ല, അഫോർഡബിൾ കോസ്റ്റില് അല്ലെ, അവർക്ക് താങ്ങാവുന്ന അഫോർഡബിൾ കോസ്റ്റില് നല്ല ഗുണനിലവാരമുള്ള ആരോഗ്യ പരിചരണം കൊടുത്തുകൊണ്ട് ഓരോ ജനങ്ങളുടെയും ആരോഗ്യത്തെയും ക്ഷേമത്തെയും മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് നാഷണൽ ഹെൽത്ത് പോളിസിയുടെ പ്രധാന എയിം എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഈ പ്രധാന ലക്ഷ്യങ്ങള് ഇങ്ങനെയുള്ള അതിനുള്ളിൽ വരുന്ന ഇങ്ങനെയുള്ള എല്ലാ പ്രോഗ്രാംസും കാര്യങ്ങളും ഈ പറയുന്ന ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഓരോ സ്ഥാപനങ്ങളിലും നടപ്പിലാക്കുന്നുണ്ടോന്ന് ഉറപ്പുവരുത്തേണ്ടത് എന്തിൽ വരുന്നതാണ്? അതാണ് ഫസ്റ്റ് പ്രിൻസിപ്പിളിൽ പറയുന്നത്. ദിസ് ഷുഡ് ബി ഹെൽത്തി നാഷണൽ ഹെൽത്ത് പോളിസി. ആരോഗ്യകരമായ ഇങ്ങനെയുള്ള ദേശീയ ആരോഗ്യ നയങ്ങള് എന്താണ് നടപ്പിലാക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. കിട്ടിയോ ഫസ്റ്റ് പോയിന്റ്? ക്ലിയർ ആയോ? ചെറിയ ഈ പോയിന്റ്സുകൾ ഇച്ചിരി ഒന്ന് നിങ്ങൾക്ക് കണക്ട് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും, ചില പോയിന്റ്സ് കേട്ടോ, ഒന്ന് ശ്രദ്ധിച്ചിരിക്കാൻ. ഓക്കെ അല്ലേ ഫസ്റ്റ് പോയിന്റ്? ഓക്കെ, സെക്കൻഡ് നോക്കി. സൗണ്ട് health administrative structure may be framed for the implementation of the health policy. ഇനി എന്താ അവിടെ ഹെൽത്ത് പോളിസികൾ? ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ നാഷണൽ ഹെൽത്ത് പോളിസി അല്ലെ, ആരോഗ്യ നയങ്ങള്. അപ്പൊ ഇങ്ങനെയുള്ള ആരോഗ്യ നയങ്ങള് കൃത്യമായിട്ട് ഓരോ സ്ഥാപനങ്ങളിലും നടപ്പിലാക്കുന്നുണ്ടോ അല്ലെ, ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ടോ, നടപ്പിലാക്കുന്നുണ്ടോ എന്നുള്ളത് എന്ത് ചെയ്യണം? അങ്ങനെ നടപ്പിലാക്കണമെങ്കിൽ അവിടെ എന്ത് വേണം? കൃത്യമായ നല്ല മികച്ച രീതിയിലുള്ളൊരു ഹെൽത്ത് അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗം വേണം, വേണ്ടേ? അപ്പൊ അങ്ങനെ ഒരു ഹെൽത്ത് അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ അല്ലെങ്കിൽ ഘടന എന്ത് ചെയ്യുക? ബേബി ഫ്രെയിംഡ്, രൂപപ്പെടുത്തുക. ആദ്യം നമ്മൾ എന്താ പറഞ്ഞത്? അവിടെ ആരോഗ്യകരമായ ഒരു നാഷണൽ ഹെൽത്ത് പോളിസികള് ഇങ്ങനെയുള്ള ഓരോ സ്ഥാപനങ്ങളിലും ഉറപ്പുവരുത്തണം അല്ലെ. രണ്ടാമതായി പറഞ്ഞത് ഈ പറയുന്ന പോളിസികൾ അല്ലെങ്കിൽ എന്താണ് ആരോഗ്യ നയങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി മികച്ച ഹെൽത്ത് അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു ഘടന അവിടെ രൂപപ്പെടുത്തണം. അപ്പൊ അതിനായിട്ട് അങ്ങനെയുള്ള ഒരു ഹെൽത്ത് അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗത്തെ അവിടെ രൂപപ്പെടുത്തിയെടുക്കണം. അവരിലൂടെ ആയിരിക്കണം ഈ ഹെൽത്ത് പോളിസികൾ
ആയിരിക്കും എന്ത് ചെയ്യേണ്ടത്, ഈ പറയുന്ന ഓരോ സ്ഥാപനങ്ങളിലും നടപ്പിലാക്കേണ്ടത്. അതിനായിട്ട് അവിടെ നല്ല രീതിയിലുള്ള നല്ല മികച്ച ഒരു ഹെൽത്ത് അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗം അല്ലെങ്കിൽ ഒരു ഘടന തന്നെ രൂപപ്പെടുത്തിയെടുക്കേണ്ടതാണ്. ക്ലിയർ ആയോ ആ രണ്ട് സെന്റൻസ്? ക്ലിയർ ആയോ? Okay. Then third one, okay, there should be integration of preventive and curative services at all administrative levels. ഇനി എന്താണ്, എല്ലാ ഭരണതലങ്ങളിലും അല്ലെ, all administrative level, എല്ലാ ഭരണതലങ്ങളിലും the integration of preventive and curative services. Preventive എന്ന് പറയുന്നത് പ്രതിരോധം അല്ലെ, and curative എന്ന് പറയുന്നത് രോഗശമനം അല്ലെങ്കിൽ രോഗശാന്തി എന്ന് നമുക്ക് പറയാം അല്ലെ. എപ്പോഴും എല്ലാ ഭരണതലങ്ങളിലും ഈ പറയുന്ന ഇന്റഗ്രേഷൻ അല്ലെങ്കിൽ സംയോജനത്തോടു കൂടി എങ്ങനെയുള്ളതാണ്, പ്രിവെന്റീവ് ആൻഡ് ക്യൂറേറ്റീവ് സർവീസ് ആണ്. ഇവിടെ കൊടുക്കുന്ന ഓരോ സർവീസുകളും അവിടെ വരുന്ന പേഷ്യൻസിന് ഈ സ്ഥാപനങ്ങളിൽ നിന്ന് നൽകുന്ന ഓരോ സേവനങ്ങളും എങ്ങനെയുള്ളതായിരിക്കണം, രോഗപ്രതിരോധവും അതുപോലെ രോഗശാന്തിയും നൽകുന്ന രീതിയിലുള്ള സേവനങ്ങൾ, അതിന്റെ ഒരു ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സംയോജനത്തോടു കൂടിയുള്ള സർവീസുകളായിരിക്കും കൊടുക്കേണ്ടത്. ഒരിക്കലും അവിടെ വരുന്ന പേഷ്യൻസിന് എന്താണ് രോഗശമനം ഇല്ലാതെ അല്ലെങ്കിൽ അവരുടെ കണ്ടീഷൻ മോശമായിട്ടല്ല അവർ അവിടെ നിന്ന് തിരിച്ചു പോവേണ്ടത്. അവർക്ക് കൊടുക്കുന്ന ഓരോ സർവീസുകളും അവർ രോഗപ്രതിരോധത്തിന് ഉത്തമമാവുന്നതും അതുപോലെ രോഗശാന്തി രോഗശമനം കിട്ടുന്നതുമായിട്ടുള്ള സർവീസുകൾ. ഇതിന്റെ ഒരു ഇന്റഗ്രേഷൻ അല്ലെങ്കിൽ സംയോജനത്തോടു കൂടിയുള്ള സേവനങ്ങളായിരിക്കണം അവർ എന്ത് ചെയ്യേണ്ടത്, പ്രൊവൈഡ് ചെയ്യേണ്ടത്. Then next നോക്കിയേ, there should be centralized directions and decentralized actions. എന്താണ് സെൻട്രലൈസ്ഡ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാല് കേന്ദ്രീകൃത ദിശകൾ, ആൻഡ് ഡീസെൻട്രലൈസ്ഡ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, വികേന്ദ്രീയ പ്രവർത്തനങ്ങൾ. എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? സെൻട്രലൈസ്ഡ് ഡയറക്ഷൻ എന്ന് പറയുന്നത് എന്താ, അവിടെ കേന്ദ്രീകരിച്ചിരിക്കുന്ന സെന്റർ എന്ന് പറയുന്നത് ഏതായിരിക്കും? ഒരു ഹോസ്പിറ്റൽ ആണെങ്കിലും നമ്മൾ പഠിച്ചു വരുന്നത് ആരുടെ പ്രിൻസിപ്പിൾസ് ആണ്? ഏതുമായി ബന്ധപ്പെട്ട പ്രിൻസിപ്പിളാ? എന്തുമായിട്ടാ? ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ അല്ലെ. ആ ഒരു അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ആ ഒരു കേന്ദ്രമാണ് എല്ലാ കാര്യങ്ങളും ഇതിന് കീഴിൽ വരുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നതും എന്ത് ചെയ്യുന്നതും മേൽനോട്ടം വഹിക്കുന്നതും മാനേജ് ചെയ്യുന്നതും അല്ലെ. അപ്പൊ അവിടെ ഏറ്റവും സെന്റർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ കേന്ദ്രീകരിക്കേണ്ട വ്യക്തി എന്ന് പറയുന്നത് ഏത് വിഭാഗം തന്നെയാണ്? ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന വിഭാഗമാണ്. അപ്പൊ ആ ഒരു വിഭാഗത്തിൽ നിന്ന് കിട്ടുന്ന ഡയറക്ഷൻസ് അല്ലെങ്കിൽ എന്താ നിർദ്ദേശങ്ങൾ, ഇവര് കൊടുക്കുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ചായിരിക്കണം അവിടെ നടത്തേണ്ട ഓരോ പ്രവർത്തനങ്ങളും നടത്തേണ്ടത്. അത്രയും ക്ലിയർ ആയോ? സെൻട്രലൈസ്ഡ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ അത് ആദ്യം മനസ്സിലായാലും നിങ്ങൾക്ക് അടുത്തത് പറയുമ്പോൾ മനസ്സിലാവുള്ളൂ. സെൻട്രലൈസ്ഡ് ഡയറക്ഷൻ എന്ന് പറയുന്നത് അവിടെ ഏറ്റവും സെൻട്രൽ ആയിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ കേന്ദ്രമായി നിൽക്കുന്നത് ഈ ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന വിഭാഗമാണ്. ആ വിഭാഗത്തിൽ നിന്ന് വരുന്ന അവരുടെ തീരുമാനങ്ങൾ അല്ലെങ്കിൽ അവർ തരുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് ആ ഒരു സ്ഥാപനത്തിലെ മറ്റു പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഇത്രയും ക്ലിയർ ആയോ? അതാണ് സെൻട്രലൈസ്ഡ് ഡയറക്ഷൻ എന്ന് പറയുന്നത്. അത്രയും ക്ലിയർ ആയോ? ഓക്കെ. ഇനി ഡീസെൻട്രലൈസ്ഡ് ആക്ഷൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്, അതായത് അവിടുത്തെ പ്രവർത്തനങ്ങൾ അല്ലെ. ഡീസെൻട്രലൈസ്ഡ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? എപ്പോഴും നമുക്കറിയാം ഒരു സ്ഥാപനം, ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു സ്ഥാപനം എടുത്താലും അവിടെ ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകളുണ്ട്, ഒരുപാട് സർവീസുകൾ കൊടുക്കുന്നുണ്ട് അല്ലെ. അപ്പൊ എല്ലാ സർവീസുകളും നമുക്ക് ഒരേ രീതിയിൽ അല്ലെങ്കിൽ എന്താ ഒന്നിൽ മാത്രം കേന്ദ്രീകരിച്ച് നമുക്ക് സർവീസുകൾ നടത്താൻ പറ്റുമോ? ഇല്ല. പല പല മേഖലകളിലും വ്യത്യസ്തമായ രീതിയിലാണ് നമ്മൾ സേവനങ്ങൾ നൽകേണ്ടത് അല്ലെ. അപ്പൊ അതാണ് ഡീസെൻട്രലൈസ്ഡ് ആക്ഷൻ. ഏറ്റവും വലിയ കേന്ദ്രത്തിൽ നിന്ന്, അതായത് ആ ഒരു ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന വിഭാഗത്തെയാണ് നമ്മൾ കേന്ദ്രീകരിച്ചിരിക്കുന്നതെങ്കിൽ പോലും അവിടെ നിന്ന് നമുക്ക് എന്താണ് ഡയറക്ഷൻസ് അല്ലെങ്കിൽ അവിടെ നിന്ന് മാർഗനിർദ്ദേശങ്ങളും കാര്യങ്ങളും കൃത്യമായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ പോലും ഒന്നിൽ മാത്രം കേന്ദ്രീകരിച്ചല്ല അവിടുത്തെ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. പ്രവർത്തനങ്ങൾ എപ്പോഴും എങ്ങനെയാണ്? ഡീസെൻട്രലൈസ്ഡ് എന്ന രീതിയിലാണ്. അല്ലെങ്കിൽ എന്താ, ഒന്നിൽ മാത്രം കേന്ദ്രീകരിക്കാതെ പല രീതിയിലുള്ള വിവിധ പ്രവർത്തനങ്ങളായിട്ടാണ് അതിനുള്ളിലെ ഓരോ സേവനങ്ങളും പ്രവർത്തനങ്ങളും നടക്കുന്നത് അല്ലെ. അപ്പൊ ഒരിക്കലും നമുക്ക് ഒന്നിൽ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അവിടുത്തെ സർവീസുകൾ കൊടുക്കാൻ പറ്റില്ല. പല പല മേഖലകളിൽ നിന്നും പല പല വ്യത്യസ്തമായ സേവനങ്ങളും പ്രവർത്തനങ്ങളും ആണ് അതിനുള്ളിൽ നടക്കുന്നത് അല്ലെ. അപ്പൊ എപ്പോഴും ഒരു ബിന്ദുവിൽ നിന്ന് അല്ലെങ്കിൽ സെന്ററിൽ നിന്ന് നമുക്ക് കിട്ടുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് വ്യത്യസ്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അവിടെ നടപ്പിലാക്കുന്നുണ്ട്. അതാണ് ഡീസെൻട്രലൈസ്ഡ് ആക്ഷൻസ് എന്ന് പറയുന്നത്.
ക്ലിയർ ആയോ? സെൻട്രലൈസ്ഡ് ഡയറക്ഷൻ ആൻഡ് ഡീസെൻട്രലൈസ്ഡ് ആക്ഷൻസ് എന്ന് പറഞ്ഞാല് ക്ലിയർ ആയോ എല്ലാവർക്കും? ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ ആ ഒരു 2 സെന്റൻസ് ഒന്ന് നോക്കി. എന്താണ് നമ്മൾ ആദ്യത്തെ ഫസ്റ്റ് സെന്റൻസ് പറഞ്ഞത്? there should be integration of preventive and curative services at all administrative level. എല്ലാ ഭരണതലങ്ങളിലും അവിടെ നിന്ന് നമ്മൾ കൊടുക്കുന്ന ഓരോ സേവനങ്ങളും എങ്ങനെയുള്ള സർവീസുകളായിരിക്കണം? ആ വരുന്ന പേഷ്യൻസിന്റെ രോഗപ്രതിരോധത്തിനും രോഗശമനത്തിനും ഉതകുന്നതായുള്ള അതിന്റെ ഒരു സംയോജനത്തോടു കൂടിയുള്ള സർവീസുകളായിരിക്കണം കൊടുക്കേണ്ടത്. രണ്ടാമതായി പറഞ്ഞത് there should be centralized direction and decentralized action. അവിടെ എപ്പോഴും കേന്ദ്രീകരിക്കേണ്ടത് ആരെയാണ്? ഒരു ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ആ ഒരു വിഭാഗമാണ് അവിടെ സെൻട്രൽ ആയിട്ട് വരുന്നത്. അവരിൽ നിന്ന് കിട്ടുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഡീസെൻട്രലൈസ്ഡ് ആക്ഷൻസ് നടത്തണം, അല്ലെ? എന്താ, ഒന്നിൽ കേന്ദ്രീകരിക്കാത്ത രീതിയിലുള്ള വിവിധ പ്രവർത്തനങ്ങൾ, അതിനുള്ളില് വിവിധ പ്രവർത്തനങ്ങളിലൂടെയുള്ള വിവിധ സർവീസുകൾ അവിടെ നടത്തേണ്ടതായിട്ടുണ്ട്. നെക്സ്റ്റ് നോക്കി, planned health program should be based on priority and must meet the health requirements of people. ഇനി എന്താ, അവിടെയുള്ള ഓരോ ആളുകളുടെയും, അല്ലെ, ഹോസ്പിറ്റലിലേക്ക് വരുന്ന ആ ഹെൽത്ത് കെയർ ആക്ടിവിറ്റികൾക്ക് വേണ്ടി വരുന്ന ഓരോ ജീവനക്കാരുടെയും അവരുടെ ആവശ്യകതകൾ, അല്ലെ, അവിടെ വരുന്ന ഓരോ പേഷ്യൻസിന്റെ ആണെങ്കിലും അവരുടെ ആവശ്യകതകളാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ്, അല്ലെ? അവർ ഹെൽത്ത് റിക്വയർമെന്റ്സ്, അവരുടെ ആരോഗ്യപരമായിട്ടുള്ള ആവശ്യകതകൾ എന്താണോ അതിന് പ്രയോറിറ്റി കൊടുത്തുകൊണ്ടായിരിക്കും, അതിന് മുൻഗണന കൊടുത്തുകൊണ്ടായിരിക്കണം ഓരോ ഹെൽത്ത് പ്രോഗ്രാമുകളും പ്ലാൻ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ആസൂത്രണം ചെയ്യാനായിട്ട്. അപ്പൊ തോന്നിയ പോലെ അവർക്ക് ഇഷ്ടമാണ്, ജീവനക്കാർക്ക് ഇഷ്ടമുള്ള പോലെയല്ല നമ്മൾ അവിടെ സർവീസുകളും പ്രോഗ്രാമുകളും കൊണ്ടുവരേണ്ടത്. എന്താണ് ചെയ്യേണ്ടത്? പൊതുജനങ്ങളുടെ, അല്ലെ, പൊതുജനങ്ങളാണ് നമ്മുടെ പേഷ്യൻസ് ആയിട്ട് വരുന്നത്. അപ്പൊ ജനങ്ങളുടെ അവരുടെ ആരോഗ്യപരമായിട്ടുള്ള ആവശ്യകതകൾ എന്താണ് അത് മനസ്സിലാക്കി അതിൽ പ്രയോറിറ്റി കൊടുക്കുന്നത്, അതിന് മുൻഗണന നൽകിക്കൊണ്ടായിരിക്കണം അവിടെ ഹെൽത്ത് പ്രോഗ്രാമുകൾ ആസൂത്രണം ചെയ്യേണ്ടതും നടപ്പിലാക്കേണ്ടതും. കിട്ടിയോ സെന്റൻസ്? ഓക്കെ ആണോ? ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ, affirm basic health services available, accessible and acceptable to the people. അതുപോലെ തന്നെ affirm ചെയ്യുക എന്ന് പറഞ്ഞാൽ ഉറപ്പുവരുത്തുക എന്നാണ് കേട്ടോ. affirm basic health services available. എന്താ, അടിസ്ഥാനപരമായിട്ടുള്ള ആരോഗ്യ സേവനങ്ങൾ അവർക്ക് നൽകുന്ന സമയത്ത്, ഓരോ ഹോസ്പിറ്റലിലാണെങ്കിൽ നമുക്ക് അടിസ്ഥാനപരമായ ഒരുപാട് സേവനങ്ങൾ കിട്ടുന്നുണ്ട്, അല്ലെ? അപ്പൊ അതെപ്പോഴും അങ്ങനെ നൽകുമ്പോൾ, അവർക്ക് നൽകുന്ന സമയത്ത് എന്താണ്, അതെപ്പോഴും അവർക്ക് എങ്ങനെയായിരിക്കണം? അവൈലബിൾ ആക്കുക. അടിസ്ഥാനപരമായ ആരോഗ്യ സേവനങ്ങൾ അവർക്ക് അവൈലബിൾ ആക്കുക, ലഭ്യമാക്കുക. ആൻഡ് ആക്സസിബിൾ, അവർക്ക് എത്തിച്ചേരാൻ പറ്റുന്ന രീതിയിലാക്കുക. ആൻഡ് അക്സെപ്റ്റബിൾ, അവർക്ക് സ്വീകാര്യമാണോ എന്ന് കൂടി ഉറപ്പുവരുത്തണം. അവർക്ക് സ്വന്തം വെറുതെ അങ്ങ് കൊടുത്താൽ പോരാ. ആരോഗ്യപരമായ ഹെൽത്ത് സേവനങ്ങൾ ബേസിക് ആണ്, അടിസ്ഥാനപരമായിട്ടുള്ള ആരോഗ്യ സേവനങ്ങള് ജനങ്ങൾക്ക് നൽകുമ്പോ അവിടെ എന്ത് വേണം? അവർക്കത് ലഭ്യമാക്കണം, അവർക്കത് എത്തിച്ചേരാൻ പറ്റുന്ന രീതിയിലായിരിക്കണം, അവർക്കത് സ്വീകാര്യമാണോ എന്ന് കൂടി ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ക്ലിയർ ആണോ അത്? ഓക്കെ ആണോ? ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ, health consciousness should be encouraged through health education and by providing opportunities for participation of people in the health program. ഇനി എന്താ ഹെൽത്ത് എഡ്യൂക്കേഷൻ? എന്താണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ? ആരോഗ്യ വിദ്യാഭ്യാസം, അല്ലെ? ഹെൽത്ത് എഡ്യൂക്കേഷനിലൂടെ അവിടെ എന്ത് ചെയ്യണം? ഒരു ഹെൽത്ത് കോൺഷ്യസ്നെസ്, എന്താണ്, ആരോഗ്യപരമായിട്ടുള്ള ഒരു അവബോധം പ്രോത്സാഹിപ്പിക്കുക, എൻകറേജ് ചെയ്യുക. ബൈ പ്രൊവൈഡിങ്, അങ്ങനെ എന്തിലൂടെയാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്? ബൈ പ്രൊവൈഡിങ് opportunities for participation of people in the health program. ആരോഗ്യ പരിപാടികളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ജനങ്ങള് എന്ത് ചെയ്യണം? പങ്കാളികളായിട്ട്, അല്ലെ, പങ്കാളികളാവാനുള്ള അവസരങ്ങൾ നൽകുന്നതിലൂടെ അവർക്ക് എന്ത് കൊടുക്കാൻ പറ്റും? ഈ ഹെൽത്ത് എഡ്യൂക്കേഷൻസിലൂടെയും അവർക്ക് കൊടുക്കാൻ എന്താണ്? ആരോഗ്യകരമായിട്ടുള്ള ഒരു അവബോധം ജനങ്ങളിൽ വളർത്താനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഹെൽത്ത് കോൺഷ്യസ്നെസ് ഷുഡ് ബി എൻകറേജ്ഡ് ത്രൂ ഹെൽത്ത് എഡ്യൂക്കേഷൻ. ഹെൽത്ത് എഡ്യൂക്കേഷൻ,
ആരോഗ്യ വിദ്യാഭ്യാസത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജനങ്ങൾക്ക് ഹെൽത്ത് കോൺഷ്യസ്, അവർക്ക് ആരോഗ്യ അവബോധം അവരിൽ വളർത്തിയെടുക്കാൻ അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ബൈ പ്രൊവൈഡിങ് എന്ത് കൊടുക്കണം അവർക്ക്? ഹെൽത്ത് പ്രോഗ്രാമുകളിൽ അവരുടെ പാർട്ടിസിപ്പേഷൻ അല്ലെങ്കിൽ പങ്കാളിത്തം ചെയ്യാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ അവസരങ്ങളും പ്രൊവൈഡ് ചെയ്യണം. ആ ഒരു ലാസ്റ്റ് പറഞ്ഞ 3 പോയിന്റ്സ് നമുക്ക് ഒന്നുകൂടി നോക്കാം. നോക്കി, പ്ലാൻഡ് ഹെൽത്ത് പ്രോഗ്രാം ഷുഡ് ബി ബേസ്ഡ് ഓൺ പ്രയോറിറ്റി ആൻഡ് മസ്റ്റ് മീറ്റ് ദ ഹെൽത്ത് റിക്വയർമെന്റ്സ് ഓഫ് പീപ്പിൾ. എന്താ? അവിടെയുള്ള ഓരോ ജനങ്ങളുടെയും ആരോഗ്യകരമായ ആവശ്യകതകൾ, അതിന്റെ ആവശ്യകതകൾ എന്താണ്, അവർക്ക് എന്തൊക്കെയാണോ, അവർക്ക് അവരുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട ആവശ്യകതകൾ എന്താണ്, അതിനെ മുൻനിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ അതിൽ മുൻഗണന കൊടുത്തുകൊണ്ടായിരിക്കണം ഓരോ ഹെൽത്ത് പ്രോഗ്രാമുകളും ആസൂത്രണം ചെയ്യാനായിട്ട്. രണ്ടാമതായി നമ്മൾ പറഞ്ഞത് അഫോം ബേസിക് ഹെൽത്ത് സർവീസസ്, അടിസ്ഥാനപരമായ ആരോഗ്യ സേവനങ്ങൾ നൽകുമ്പോൾ അത് അവർക്ക് ലഭ്യമാക്കി നൽകുക, അത് അവർക്ക് അക്സസിബിൾ, അവർക്ക് എത്തിച്ചേരാൻ പറ്റുന്ന രീതിയിലായിരിക്കുക, അതുപോലെ അവർക്ക് സ്വീകാര്യമാണോ എന്നത് കൂടി ഉറപ്പുവരുത്തണം. മൂന്നാമതായി നമ്മൾ പറഞ്ഞത് ഹെൽത്ത് കോൺഷ്യസ് അല്ലെങ്കിൽ എന്താ, ഹെൽത്ത് എഡ്യൂക്കേഷനിലൂടെ അവരുടെ ആരോഗ്യ അവബോധം, കോൺഷ്യസ്നെസ് എന്ന അവബോധം അല്ലെ, ആരോഗ്യകരമായിട്ടുള്ള അവബോധങ്ങൾ എന്ത് ചെയ്യുക? എൻകറേജ് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. കൂടാതെ ബൈ പ്രൊവൈഡിങ് ഓപ്പർച്യൂണിറ്റീസ്, അവർക്ക് എന്തിനുള്ള അവസരങ്ങളാണ് കൊടുക്കേണ്ടത്? ഹെൽത്ത് പ്രോഗ്രാമുകളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പങ്കാളികളാവാനുള്ള അവസരങ്ങളും നൽകുകയും ചെയ്യുക. ക്ലിയർ ആണോ? അത്രയും ഓക്കെ ആണോ? ഓക്കെ. Then next, okay, doctors have to be trained to act as social physician as well as to promote healthy living for people. In the doctors, ഇനി പറയുന്നത് കുറച്ച് ഡോക്ടേഴ്സിന്റെ നഴ്സസിന്റെ കാര്യങ്ങളാണ്. നോക്കിയപ്പോ ഫസ്റ്റ് നമ്മൾ പറയുന്നത് ഡോക്ടേഴ്സ് ഹാവ് ടു ബി ട്രെയിൻഡ് ടു ആക്ട് ആസ് സോഷ്യൽ ഫിസിഷ്യൻസ്. ഡോക്ടേഴ്സിന് എന്ത് ചെയ്യണം? പരിശീലനങ്ങൾ കൊടുക്കണം. എന്തിനു വേണ്ടിയാ? അവരൊരു സോഷ്യൽ ഫിസിഷ്യൻ, നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ആക്ട് ചെയ്യുന്ന പ്രവർത്തിക്കുന്ന ഒരു ഫിസിഷ്യൻ അല്ലെങ്കിൽ ഒരു ഡോക്ടറായി മാറാനുള്ള ട്രെയിനിങ്ങുകള് ഡോക്ടേഴ്സിന് നൽകണം. ആസ് വെൽ ആസ് ടു പ്രൊമോട്ട് ഹെൽത്തി ലിവിംഗ് ഫോർ പീപ്പിൾ. അതുപോലെ ആരോഗ്യകരമായിട്ടുള്ള ഒരു ജീവിതം അവിടെയുള്ള അവിടെ ഓരോ മനുഷ്യർക്കും അല്ലെ, അവിടെയുള്ള ഓരോ ജനങ്ങൾക്കും ആരോഗ്യകരമായ ഒരു ജീവിതത്തെ പ്രൊമോട്ട് ചെയ്യുക അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ ഒരു സോഷ്യൽ ഫിസിഷ്യനായിട്ട് പ്രവർത്തിക്കുന്നതിനും ഡോക്ടേഴ്സിന് എന്ത് ചെയ്യണം? ആവശ്യമായിട്ടുള്ള ട്രെയിനിങ്ങുകൾ കൊടുക്കുക. നെക്സ്റ്റ് പറയുന്നത് നഴ്സിംഗ് പേഴ്സണൽ, അവിടെയുള്ള നഴ്സിംഗ് ജീവനക്കാര് അതർ അസോസിയേറ്റഡ് ഹെൽത്ത് പേഴ്സണൽസ്, മറ്റുള്ള എന്താ ആരോഗ്യ ജീവനക്കാര് ഷുഡ് പ്രൊവൈഡ് കമ്മ്യൂണിറ്റി ഓറിയന്റഡ് എഡ്യൂക്കേഷൻ. എന്താ? നമ്മുടെ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു എന്താ സൊസൈറ്റി അല്ലെ, നമുക്ക് സമൂഹാധിഷ്ഠിതമായിട്ടുള്ള വിദ്യാഭ്യാസം കൊടുക്കണം. ഈ പറയുന്ന നഴ്സിംഗ് ജീവനക്കാർക്ക് കൊടുക്കണം. മറ്റ് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റ് ജീവനക്കാർക്കും എന്ത് ചെയ്യണം? നല്ല കമ്മ്യൂണിറ്റി ഓറിയന്റഡ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ സമൂഹാധിഷ്ഠിത വിദ്യാഭ്യാസങ്ങൾ നൽകേണ്ടതാണ്. രണ്ടുപേരുടെ കാര്യമാണ് നമ്മളിവിടെ പറഞ്ഞേ. ഡോക്ടേഴ്സിന് എന്ത് ചെയ്യണം? ശരിയായ രീതിയിലുള്ള പരിശീലനങ്ങൾ നൽകണം. അവിടെ വരുന്ന ഓരോ ജീവനക്കാർക്കും അല്ലെ, ഓരോ പീപ്പിൾസ്, ഓരോ ജനങ്ങൾക്കും നല്ല ആരോഗ്യകരമായ ജീവിതം പ്രോത്സാഹിപ്പിക്കുന്നതിനും അവർക്കൊരു സോഷ്യൽ ഫിസിഷ്യൻ, സൊസൈറ്റിയുമായി ചേർന്നുള്ളൊരു ഫിസിഷ്യനായിട്ട് പ്രവർത്തിക്കുന്നതിനും ആവശ്യമായ ട്രെയിനിങ്ങുകൾ ഡോക്ടേഴ്സിന് നൽകണം. രണ്ടാമതായി പറഞ്ഞത് ഓരോ നഴ്സിംഗ് ജീവനക്കാർക്കും മറ്റുള്ള ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ജീവനക്കാർക്കും എന്ത് ചെയ്യണം? കമ്മ്യൂണിറ്റി ഓറിയന്റഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻസ് അല്ലെങ്കിൽ സമൂഹ അധിഷ്ഠിതമായിട്ടുള്ള എഡ്യൂക്കേഷൻസ് അല്ലെങ്കിൽ വിദ്യാഭ്യാസങ്ങള് അല്ലെങ്കിൽ പരിശീലനങ്ങള് നഴ്സിംഗ് ജീവനക്കാർക്ക് അതുപോലെ ഹെൽത്ത് പേഴ്സണൽസിനൊക്കെ പ്രൊവൈഡ് ചെയ്യണം. Then new categories of health personnels are provided training to provide proper service to people. ഇനി എന്താ? പുതിയതായി ജോലിയിൽ പ്രവേശിക്കുന്ന പുതിയ വിഭാഗത്തിലുള്ള ഹെൽത്ത് പേഴ്സണൽസ് അല്ലെങ്കിൽ ജീവനക്കാരുണ്ടാവുമല്ലോ, അവർ
അവർക്ക് എന്ത് ചെയ്യണം? ട്രെയിനിങ് കൊടുക്കുക. എന്തിനു വേണ്ടിയാണ് ട്രെയിനിങ് കൊടുക്കുന്നത്? ടു പ്രൊവൈഡ് പ്രോപ്പർ സർവീസ് ടു പീപ്പിൾ. ജനങ്ങൾക്ക് ശരിയായ രീതിയിലുള്ള സേവനങ്ങൾ നൽകുന്നതിനായിട്ട് അവിടെ വരുന്ന പുതിയ കാറ്റഗറിയിൽ ഉൾപ്പെട്ടിട്ടുള്ള പുതിയതായിട്ട് ജോലിയിൽ പ്രവേശിക്കുന്ന പുതിയ ഹെൽത്ത് പേഴ്സണൽസിന് കൃത്യമായ ട്രെയിനിങ്ങുകളിൽ പരിശീലനങ്ങൾ നൽകണം. And all the systems of medicine should be promoted to provide decent health care to people. അതുപോലെ മാന്യമായ ആരോഗ്യ പരിചരണം ഓരോ ജനങ്ങൾക്കും കൊടുക്കുന്നതിനായിട്ട് അവിടെ എന്ത് ചെയ്യണം? എല്ലാ വൈദ്യശാസ്ത്ര സംവിധാനങ്ങളെയും പ്രോത്സാഹിപ്പിക്കണം. എന്താ പറഞ്ഞേ? All the systems of medicine should be promoted to provide decent health care to people. വളരെ മാന്യമായ ആരോഗ്യ പരിചരണം ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിന് അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യുന്നതിനായിട്ട് എല്ലാ വിധത്തിലുമുള്ള അല്ലെങ്കിൽ എല്ലാ വൈദ്യശാസ്ത്ര സംവിധാനങ്ങളും എന്ത് ചെയ്യണം? പ്രോത്സാഹിപ്പിക്കണം. And utilize community resources and promote local participation in health programs at the village level. ഇനി എന്താ? വളരെ വില്ലേജ് ലെവലില് എന്താ? ഗ്രാമതലത്തില് ഹെൽത്ത് പ്രോഗ്രാമുകൾ എന്ത് ചെയ്യുക? ആരോഗ്യ പരിപാടികള് അല്ലെ, അതിലെ ലോക്കൽ പാർട്ടിസിപ്പേഷനെ പ്രൊമോട്ട് ചെയ്യുക. ആൻഡ് യൂട്ടിലൈസ് കമ്മ്യൂണിറ്റി റിസോഴ്സസ്. എന്താണ്? അവിടെയുള്ള കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട വിഭവങ്ങള് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുകയും പ്രയോജനപ്പെടുത്തുകയും വില്ലേജ് ലെവലില് എന്താ? ഗ്രാമതലത്തില് ഇങ്ങനെയുള്ള ഹെൽത്ത് പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്തുകൊണ്ട് അവിടെയുള്ള ലോക്കൽ പാർട്ടിസിപ്പേഷൻ, അവിടെയുള്ള ലോക്കൽ ആളുകളുടെ പാർട്ടിസിപ്പേഷനിൽ പങ്കാളിത്തം പ്രൊമോട്ട് ചെയ്യുക അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. അതിലൂടെ എങ്ങനെയുള്ള ഹെൽത്ത് പ്രോഗ്രാംസുകളൊക്കെ അതിലൊക്കെ അവരെ കൂടി പങ്കാളികളാക്കുമ്പോൾ അവർക്ക് അതിന് കുറച്ചും കൂടി എന്ത് ചെയ്യാം? ആ ഒരു ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു നോളജ് അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ലാസ്റ്റ് നോക്കിയേ, there should be provision for staff development programs. സ്റ്റാഫുകളുടെ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട പ്രോഗ്രാമുകൾ എന്ത് ചെയ്യുക? പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുക. നോക്കി ഒന്നുകൂടി നമുക്ക് നോക്കാം. ഡോക്ടേഴ്സ് ഹാവ് ടു ബി ട്രെയിൻഡ്. അവിടെ മുതലല്ലേ പറയണ്ടേ? ഡോക്ടേഴ്സ് ഹാവ് ടു ബി ട്രെയിൻഡ് ടു ആക്ട് ആസ് സോഷ്യൽ ഫിസിഷ്യൻസ്. സൊസൈറ്റിയിൽ, നമ്മുടെ ആ ഒരു സമൂഹത്തില് സൊസൈറ്റിയുമായി മിങ്കിൾ ചെയ്തരും സൊസൈറ്റിയിൽ നല്ലൊരു ഫിസിഷ്യനായിട്ട് പ്രവർത്തിക്കാനായിട്ടുള്ള ട്രെയിനിങ്ങുകള്. അതുപോലെ ഓരോ ജനങ്ങൾക്കും നല്ല ആരോഗ്യകരമായിട്ടുള്ള ഒരു ജീവിതം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ട്രെയിനിങ്ങുകളെല്ലാം ഡോക്ടേഴ്സിന് നൽകുക. നഴ്സിംഗ് പേഴ്സണൽസിനും മറ്റ് ഹെൽത്ത് പേഴ്സണൽസിനും എന്ത് ചെയ്യുക? അവർക്ക് കമ്മ്യൂണിറ്റി ഓറിയന്റഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻസ് പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ പുതിയതായിട്ട് വരുന്ന ഓരോ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള പേഴ്സണലുകൾക്കും അവർക്ക് നല്ല രീതിയിലുള്ള ശരിയായ സേവനങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കുന്നതിന് വേണ്ടി ആവശ്യമായ ട്രെയിനിങ്ങുകൾ നൽകുക. അതുപോലെ തന്നെ എല്ലാ ആളുകൾക്കും നല്ല മാന്യമായ ആരോഗ്യ പരിചരണം ലഭ്യമാക്കുന്നതിനായി എല്ലാ വൈദ്യശാസ്ത്ര സംവിധാനങ്ങളും പ്രോത്സാഹിപ്പിക്കുക. എന്താണ്? യൂട്ടിലൈസ് കമ്മ്യൂണിറ്റി റിസോഴ്സസ്. അവിടെയുള്ള കമ്മ്യൂണിറ്റിയിലുള്ള വിഭവങ്ങളെ എന്താണ്? യൂട്ടിലൈസ് ചെയ്യുക അല്ലെങ്കിൽ പ്രയോജനപ്പെടുത്തുകയും അതുപോലെ വില്ലേജ് ലെവലിൽ ഗ്രാമതലത്തിലുള്ള ഹെൽത്ത് പ്രോഗ്രാമുകൾ കൊണ്ടുവരികയും അതില് ലോക്കൽ പാർട്ടിസിപ്പേഷൻസ്, ലോക്കൽ ആയിട്ടുള്ള ആളുകളുടെ ജനങ്ങളുടെ പാർട്ടിസിപ്പേഷനിൽ പങ്കാളിത്തം എന്ത് ചെയ്യുക? പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുക. ലാസ്റ്റ് പറഞ്ഞത് there should be provision for staff development programs. സ്റ്റാഫുകളുടെ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട പ്രോഗ്രാമുകൾ അവർക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുക. ക്ലിയർ ആണോ? വേഗം ഒന്ന് പ്രിൻസിപ്പിൾസ് ഒന്ന് വായിച്ചു നോക്കിയേ. പ്രിൻസിപ്പിൾസ് ഒന്ന് വേഗം വായിച്ചു നോക്കി. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചേ. ഓക്കെ ആണോ? പ്രിൻസിപ്പിൾസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണോ?
പ്രിൻസിപ്പിൾസ് ചോദിക്കും കേട്ടോ. പ്രിൻസിപ്പിൾസിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് ഏത്, ഇൻക്ലൂഡഡ് അല്ലാത്തത് ഏതെന്ന് ഷുവർ ആയിട്ട് ചോദിക്കാനുള്ള ഒരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ അത് ഇമ്പോർട്ടന്റ് ആണെന്ന് വിചാരിച്ച് തന്നെ നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. നിങ്ങൾ അത് ബൈ ഹാർട്ട് ചെയ്തൊന്നും പഠിക്കണ്ട, നിങ്ങൾക്ക് അതൊന്ന് മനസ്സിലാക്കി വെച്ച് എഴുതാൻ പറ്റില്ലേ. ഈ പറഞ്ഞിരിക്കുന്ന ഒരു 4 പോയിന്റ്സ് ആണ് മാക്സിമം നിങ്ങളുടെ ആൻസറിൽ ഉണ്ടാവുക അല്ലെ. 4 ഓപ്ഷനിൽ ഉണ്ടാവുക. ആ 4 ഓപ്ഷനിലും വരുന്നത് ഐഡന്റിഫൈ ചെയ്താൽ നിങ്ങൾക്ക് അറിയാൻ പറ്റില്ലേ ഈ പ്രിൻസിപ്പിൾ വരുന്നത് ഏതൊക്കെയാണ്, വരാത്തത് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നിങ്ങൾ പഠിച്ചാൽ മതി കേട്ടോ. അല്ലാതെ ബൈഹാർട്ട് ചെയ്ത് ഫുള്ളും ബൈഹാർട്ട് ചെയ്ത് പഠിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. മനസ്സിലാക്കി പഠിക്കുക. അപ്പൊ മനസ്സിലാക്കി പഠിക്കുമ്പോൾ നമുക്കറിയാം അത് എങ്ങനെ ചോദിച്ചാലും അതിൽ ഉൾപ്പെടുന്നത് ഏതാണ്, ഉൾപ്പെടാത്തതുണ്ടെങ്കിൽ നമുക്കത് അറിയാൻ പറ്റും. അത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇത്രയും കാര്യങ്ങൾ നോക്കാം കേട്ടോ. നെക്സ്റ്റ് നമ്മൾ ഒബ്ജക്റ്റീവ് ആണ് നോക്കാൻ പോകുന്നത്. ഇത്രയും ക്ലിയർ അല്ലേ? പ്രിൻസിപ്പിൾസ് വരെ ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? ഓക്കെ, നോക്കിയപ്പോ നെക്സ്റ്റ് ഒബ്ജക്റ്റീവ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒബ്ജക്റ്റീവ് മിസ് പറഞ്ഞല്ലോ അല്ലെ, ഒബ്ജക്റ്റീവ് എന്ന് അങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറില്ല. നിങ്ങൾ പഠിക്കേണ്ടതല്ല, ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കി വിട്ടാൽ മതി കേട്ടോ. ഇത് ബൈ ഹാർട്ട് ചെയ്തോ അല്ലെങ്കിൽ എന്താണ് ഒരുപാട് സമയം അതിന് വേണ്ടി കൊടുക്കേണ്ട കാര്യമില്ല. ഒബ്ജക്റ്റീവ് അങ്ങനെ ചോദിച്ച് ഇതുവരെയും ക്വസ്റ്റ്യൻസ് ഇത് ചോദിച്ച് കണ്ടിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്ജക്റ്റീവിന്റെ ആ ഒരു ഓരോ പോയിന്റ്സ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത്തിരി ലെങ്തി ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. അപ്പൊ അത് ഓരോ പോയിന്റ്സും എടുത്ത് നമുക്ക് ക്വസ്റ്റ്യൻ ഇട്ട് തരാ എന്ന് പറയുന്നതും ഡിഫിക്കൽട്ട് ആയതുകൊണ്ടായിരിക്കാം ചിലപ്പോ എന്താ ഒബ്ജക്റ്റീവ് അങ്ങനെ തരാറുണ്ട്. പ്രിൻസിപ്പിൾ ചോദിക്കാറുണ്ട്. ഒബ്ജക്റ്റീവ് നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഒരുപാട് വലിയ സെന്റൻസ് ഒന്നും കണ്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ അതിനെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരിക്കുന്നതെന്നുള്ളൂ കേട്ടോ. അതിന്റെ ആ ഒരു ജനറൽ ആയിട്ടുള്ള പ്രധാന ആശയം എന്താണോ അത് മാത്രം നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചൊന്ന് വായിച്ചു വിട്ടാൽ മതി കേട്ടോ. അത്ര മറ്റു ഭാഗങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കാം കേട്ടോ. അത്രയും സമയം നിങ്ങൾ വേസ്റ്റ് ആക്കണ്ട. അതിന് വേണ്ടിയിട്ട് മറ്റു ഭാഗങ്ങളിൽ നിങ്ങൾ ആ സമയം സ്പെൻഡ് ചെയ്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കണം കേട്ടോ. നമുക്ക് ഒബ്ജക്റ്റീവ് നോക്കാം. ജസ്റ്റ് കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്കൊന്ന് വായിച്ച് മനസ്സിലാക്കി വിടാം കേട്ടോ. നോക്കി ഫസ്റ്റ് പ്രൊമോട്ട് അവയർനെസ് ഓഫ് ഹെൽത്ത് കെയർ among all sections of people. എന്താണ് പ്രൊമോട്ട് അവയർനെസ്, അവബോധം അല്ലെ, അവബോധങ്ങള് എന്ത് ചെയ്യുക, പ്രൊമോട്ട് ചെയ്യുക, എന്താണ് പ്രോത്സാഹിപ്പിക്കുക. ഓഫ് ഹെൽത്ത് കെയർ among all sections of people, എല്ലാ വിഭാഗം ജനങ്ങളിലും ആരോഗ്യ സംരക്ഷണത്തെ കുറിച്ചുള്ള അവബോധം പ്രോത്സാഹിപ്പിക്കുക. അതാണ് ഒന്നാമത്തെ ഒബ്ജക്റ്റീവ്. എന്താണ് ടു പ്രൊമോട്ട് അവയർനെസ് ഓഫ് ഹെൽത്ത് കെയർ among all sections of people, എല്ലാ വിഭാഗം ജനങ്ങളിലും ആരോഗ്യ സംരക്ഷണത്തെ കുറിച്ചുള്ള ഒരു അവബോധം എന്ത് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. കിട്ടിയോ ഫസ്റ്റ് സെന്റൻസ്? ക്ലിയർ ആയോ? എല്ലാ വിഭാഗം ജനങ്ങളിലും ആരോഗ്യ സംരക്ഷണത്തെ കുറിച്ചുള്ള ഒരു അവബോധം പ്രോത്സാഹിപ്പിക്കുക. രണ്ടാമതായിട്ട് ടു പ്രൊമോട്ട് അവയർനെസ് among functionaries included in ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ്. ഇനി എന്താ ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഫങ്ഷണറീസ് എന്ന് പറഞ്ഞാൽ ആരാ? ഫങ്ഷണറീസ് അവിടുത്തെ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകൾ എന്ന് വെച്ചാരാ? ഉദ്യോഗസ്ഥര് അല്ലെ, അവിടുത്തെ ജീവനക്കാര്. അല്ലെങ്കിൽ ഫങ്ഷണറീസ് എന്ന് പറയുന്നത് ഉദ്യോഗസ്ഥര് അല്ലെങ്കിൽ അവിടുത്തെ ജീവനക്കാര് എന്നുള്ള മീനിങ് ആണ് കേട്ടോ. നോക്കിയപ്പോ ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഫങ്ഷണറീസ് അല്ലെങ്കിൽ ജീവനക്കാര് അല്ലെ, ഉദ്യോഗസ്ഥരുടെ എന്ത് ചെയ്യുക, അവബോധം അല്ലെ, അവയർനെസ് അല്ലെങ്കിൽ അവബോധം പ്രോത്സാഹിപ്പിക്കുക. അവിടുത്തെ മറ്റെന്താ എല്ലാ ജനവിഭാഗങ്ങൾക്കും എന്ത് ചെയ്യണം, ഈ ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട അവയർനെസ് അല്ലെങ്കിൽ അവബോധം പ്രൊമോട്ട് ചെയ്യണം അല്ലെ, പ്രോത്സാഹിപ്പിക്കണം. അതുകൂടാതെ ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഓരോ ഉദ്യോഗസ്ഥർക്കിടയിലും അവബോധം എന്ത് ചെയ്യണം, വളർത്തിയെടുക്കണം അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കണം അല്ലെ. ആൻഡ് ടു എൻകറേജ് റിസർച്ച് ഇൻ ദ ഫീൽഡ് ഓഫ് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ടു മേക്ക് ബെറ്റർ ദ എഫിഷ്യൻസി ഓഫ് ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റംസ്. എന്താ ഹോസ്പിറ്റൽ മാനേജ്മെന്റ്, അത് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അതുപോലെ ഏതാണ് ടു മേക്ക് ബെറ്റർ ദ എഫിഷ്യൻസി ഓഫ് ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റംസ്. അപ്പൊ ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അപ്പൊ അതിന്റെ ആ ഒരു ടു മേക്ക് ബെറ്റർ ദ എഫിഷ്യൻസി എന്ന് പറയുന്നത് നമ്മുടെ കാര്യക്ഷമത, ഇവിടെ കൊടുക്കുന്ന ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റം അല്ലെ, അവിടെ നിന്ന് നമ്മൾ സേവനങ്ങൾ കൊടുക്കുന്നുണ്ട്. ആ സർവീസുകൾ കൊടുക്കുമ്പോൾ അത് വളരെ മികച്ചതായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ സർവീസുകൾ വിതരണം ചെയ്യണം അല്ലെ. അപ്പൊ ആ ഒരു ഹെൽത്ത് കെയർ ആരോഗ്യ പരിചരണ വിതരണവും ഡെലിവറി ചെയ്യുന്ന വിതരണവുമായി ബന്ധപ്പെട്ട്
ബന്ധപ്പെട്ട സംവിധാനങ്ങൾ വളരെ കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ വളരെ മികച്ചതാക്കുന്നതിന് വേണ്ടി ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് മേഖലകളിലെ റിസർച്ചുകളെയും ഗവേഷണങ്ങള് എൻകറേജ് ചെയ്യുക അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കുക. ഇതിനു വേണ്ടിയാണ് ആ ഒരു റിസർച്ച് അല്ലെങ്കിൽ ഗവേഷണങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നത്. ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മേഖലകളിലെ എന്താണ് റിസർച്ച് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മേഖലകളിലുള്ള എന്താണ് മാനേജ്മെന്റ് മേഖലകളിലുള്ള റിസർച്ചുകളെയും ഗവേഷണങ്ങൾ പ്രോത്സാഹിപ്പിക്കുക അല്ലെങ്കിൽ എൻകറേജ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാണ്? ടു മേക്ക് better the efficiency of healthcare delivery system. ആരോഗ്യ പരിചരണ വിതരണ സംവിധാനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യക്ഷമതയും അതുപോലെ മെച്ചതാക്കാൻ കാര്യക്ഷമത വളരെ മികച്ചതാക്കാൻ മെച്ചപ്പെടുത്തുന്നതിനാണ് ഈ പറയുന്ന ഗവേഷണങ്ങൾ ഈ പറയുന്ന മേഖലകളിലെ ഗവേഷണങ്ങൾ എന്ത് ചെയ്യണം? അതിനുവേണ്ടി പ്രോത്സാഹിപ്പിക്കണം. Then to encourage the development of high quality hospital services and community health care. നല്ല ഗുണനിലവാരമുള്ള ഉയർന്ന ഗുണനിലവാരമുള്ള ആരോഗ്യ സേവനങ്ങള് കമ്മ്യൂണിറ്റി ഹെൽത്ത് കെയറുകള് മുതലായവ ഡെവലപ്മെന്റ് മുതലായവയുടെ വികസനം encourage ചെയ്യുക. Then next നോക്കിയേ, to encourage a meeting to exchange ideas and information among health and hospital planners, academicians, administrators, different statutory bodies and the public for the improvement of hospital and healthcare delivery system. ഇനി ഇതെല്ലാം വെച്ചിട്ട് ലെങ്തി ആയിട്ടുള്ള ഒരു സെന്റൻസ് വരുന്നത് കേട്ടോ. നോക്കിയേ, ഫസ്റ്റ് ലാസ്റ്റ് ഇപ്പൊ പറഞ്ഞ പോയിന്റ് ടു എൻകറേജ് എ മീറ്റിംഗ്. ഒരു മീറ്റിംഗ് നടത്തുക. സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. എന്തിനാണ് ഒരു മീറ്റിംഗ് നടത്തുന്നത്? ടു എക്സ്ചേഞ്ച് ഐഡിയാസ് ആൻഡ് ഇൻഫർമേഷൻ. ആശയങ്ങളും വിവരങ്ങളും കൈമാറ്റം ചെയ്യാനായിട്ട് മീറ്റിങ്ങുകൾ എന്ത് ചെയ്യുക? കണ്ടക്ട് ചെയ്യുക അല്ലെങ്കിൽ മീറ്റിങ്ങുകൾ പ്രോത്സാഹിപ്പിക്കുക. ആരുടെയൊക്കെ ഇടയിലുള്ള മീറ്റിങ്ങുകളാ? ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ പ്ലാനേഴ്സിനിടയില്, അതുപോലെ അക്കാഡമിഷ്യൻസിനിടയില്, അഡ്മിനിസ്ട്രേറ്റേഴ്സിനിടയില്, ഡിഫറെന്റ് സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് അല്ലെങ്കിൽ നിയമപരമായ എന്താണ് സ്ഥാപനങ്ങൾക്കിടയില്, പബ്ലിക്കിനിടയില് മുതലായ ഇടങ്ങളില് അവര് തമ്മിൽ എന്ത് ചെയ്യുക? ഒരു മീറ്റിങ്ങുകളിലൂടെ ആശയങ്ങളും വിവരങ്ങളും കൈമാറാനുള്ള ഒരു മീറ്റിങ്ങുകള് പ്രോത്സാഹിപ്പിക്കുക. എന്തിനു വേണ്ടി അങ്ങനെയുള്ള ആശയങ്ങളും വിവരങ്ങളും കൈമാറുന്നതിന് വേണ്ടി മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്യുന്നത്? ഫോർ ദ ഇംപ്രൂവ്മെന്റ് ഓഫ് ഹോസ്പിറ്റൽ ആൻഡ് ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റം. ഹോസ്പിറ്റലിന്റെയും ആരോഗ്യ പരിചരണ വിതരണ സംവിധാനങ്ങളുടെയും മെച്ചപ്പെടുത്തലുകൾ നടത്തുന്നതിനായി ഈ പറയുന്ന ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ പ്ലാനേഴ്സിനിടയിലും അക്കാഡമിഷ്യൻസിനിടയില് അഡ്മിനിസ്ട്രേറ്റേഴ്സ്, ഡിഫറെന്റ് സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ്, പബ്ലിക് മുതലായവരുടെ ഇടയില് എന്ത് ചെയ്യുക? അവരുടെ ആശയങ്ങളും അവരുടെ വിവരങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാനായിട്ടുള്ള മീറ്റിങ്ങുകൾ പ്രോത്സാഹിപ്പിക്കുക. ആ ഒരു 5 പോയിന്റ് നമുക്ക് ഒന്നുകൂടി നോക്കാം. ജസ്റ്റ് ഒരു ഇച്ചിരി കൺഫ്യൂസിംഗ് ആണ്, വലിയ വലിയ സെന്റൻസ് ആണ്. ജസ്റ്റ് നിങ്ങൾ ആ ഒരു ആശയം എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. നോക്കിയേ, ഫസ്റ്റ് പോയിന്റ് to promote awareness of healthcare among all sections of the people. എന്താ? എല്ലാ വിഭാഗം ജനങ്ങളിലും ആരോഗ്യ സംരക്ഷണത്തെ കുറിച്ചുള്ളൊരു അവബോധം വളർത്തിയെടുക്കുക അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കുക. രണ്ടാമതായി പറഞ്ഞത് ടു പ്രൊമോട്ട് അവയർനെസ് among functionaries included in ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ്. ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥർക്കിടയിൽ അവബോധം വളർത്തിയെടുക്കുക. മൂന്നാമതായി പറയുന്നത് ടു എൻകറേജ് റിസർച്ച് ഇൻ ദ ഫീൽഡ് ഓഫ് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ്. ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റിന്റെ എന്ന് പറയുന്ന മേഖലകളില് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് മുതലായ മേഖലകളില് ഗവേഷണങ്ങൾ റിസർച്ചുകൾ പ്രോത്സാഹിപ്പിക്കുക. എന്തിനാണ് അങ്ങനെ റിസർച്ചുകൾ പ്രോത്സാഹിപ്പിക്കുന്നത്? ടു മേക്ക് ബെറ്റർ ദ എഫിഷ്യൻസി ഓഫ് ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റം. അവിടെ കൊടുക്കുന്ന ആരോഗ്യ പരിചരണ വിതരണ സംവിധാനങ്ങള് വളരെ കാര്യക്ഷമമാക്കാനും മികച്ചതാക്കാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള റിസർച്ചുകൾ പ്രോത്സാഹിപ്പിക്കണമെന്ന് പറയുന്നത്. നാലാമത്തെ പോയിന്റ് എന്താ പറഞ്ഞേ? ടു എൻകറേജ് ദ ഡെവലപ്മെന്റ് ഓഫ് ഹൈ ക്വാളിറ്റി ഹോസ്പിറ്റൽ സർവീസസ് ആൻഡ് കമ്മ്യൂണിറ്റി ഹെൽത്ത് കെയർ. എന്താണ്? ഉയർന്ന നിലവാരമുള്ള ആരോഗ്യ പരിചരണം അല്ലെങ്കിൽ ഉയർന്ന ഗുണനിലവാരമുള്ള ആരോഗ്യ സേവനങ്ങള്, അതുപോലെ കമ്മ്യൂണിറ്റി ഹെൽത്ത് കെയർ അല്ലെ, സമൂഹാധിഷ്ഠിതമായിട്ട് സമൂഹത്തിന് കൊടുക്കുന്ന ആരോഗ്യ പരിചരണങ്ങള് മുതലായവ വികസിപ്പിക്കുന്നതിന്, ഡെവലപ്പ് ചെയ്യുന്നതിന്, വികസിപ്പിക്കുന്നതിനായിട്ടുള്ള പ്രോത്സാഹനങ്ങൾ നൽകുക.
ലാസ്റ്റ് പറഞ്ഞത് ടു എൻകറേജ് എ മീറ്റിംഗ് ഫോർ ടു എക്സ്ചേഞ്ച് ഐഡിയാസ് ആൻഡ് ഇൻഫർമേഷൻ എമംഗ് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ പ്ലാനേഴ്സിനിടയിൽ അക്കാഡമിഷ്യൻസ്, അഡ്മിനിസ്ട്രേറ്റേഴ്സ്, ഡിഫറെന്റ് സ്റ്റാറ്റ്യൂട്ടറി ബോഡി നിയമാനുസൃതമായ സ്ഥാപനങ്ങള്, പബ്ലിക് മുതലായവരുടെ ഇടയിൽ അവരുടെ ആശയങ്ങളും വിവരങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യുന്നതിനായിട്ട് മീറ്റിങ്ങുകൾ പ്രോത്സാഹിപ്പിക്കുക. എന്തിനു വേണ്ടിയാണ് ഈ മീറ്റിങ്ങുകൾ നടത്തുന്നത്? ഫോർ ദ ഇംപ്രൂവ്മെന്റ് ഓഫ് ഹോസ്പിറ്റൽ ആൻഡ് ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റം. ഇങ്ങനെയുള്ള മീറ്റിങ്ങുകൾ നടത്തി അവർ തമ്മിൽ ഐഡിയാസും ഇൻഫർമേഷൻസും അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുന്നതിലൂടെ അവിടെ നല്ല രീതിയിലുള്ള ഹെൽത്ത് ഹോസ്പിറ്റൽ മേഖലയിലും അതുപോലെ തന്നെ ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റവും ആ ഒരു ഈ പറയുന്ന രണ്ട് വിഭാഗങ്ങളുടെയും മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇതിനു വേണ്ടിയാണ് ഈ പറയുന്ന മീറ്റിങ്ങുകൾ കാര്യങ്ങൾ എന്ത് ചെയ്യണം, പ്രോത്സാഹിപ്പിക്കുക എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ആ ഒരു 5 പോയിന്റ് വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. എന്തെങ്കിലും ക്ലിയർ ആവാത്തതുണ്ടെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് പറയാം കേട്ടോ. ക്ലിയർ ആണോ? അവർ 5 പോയിന്റ്സ് ക്ലിയർ ആണോ? ഓക്കെ ആണോ? ജസ്റ്റ് നിങ്ങൾ അതിന്റെ ഒരു മീനിങ് മാത്രം മനസ്സിലാക്കി വെക്കുക കേട്ടോ. അത് ആ ഒരു ഫുൾ സെന്റൻസ് ബൈഹാർട്ട് ചെയ്യാൻ നമുക്ക് വായിച്ച് മനസ്സിലാക്കി. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സെന്റൻസ് ആണ്. ലാസ്റ്റ് സെന്റൻസ് നിങ്ങളൊന്ന് നോക്കി. അവിടെ എന്ത് ചെയ്യണം? ഈ പറയുന്ന എല്ലാ വിഭാഗവുമായിട്ടും ബന്ധപ്പെട്ട് അവരുടെ ഇടയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ വേണം, അല്ലെ? അവരുടെ ആശയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യാനായിട്ട് അവിടെ ഒരു മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇതിനു വേണ്ടി ആ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നത് ഹോസ്പിറ്റല്, ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റം മുതലായവ മെച്ചപ്പെടുത്തുന്നതിനായിട്ടുള്ള പല ആശയങ്ങളും പലരുടെയും മനസ്സിലുണ്ടാവും, അല്ലെ? ആ ആശയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഫർമേഷൻസും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്താലാണ് അവിടെ ഇംപ്രൂവ്മെന്റ് നടക്കുള്ളൂ. അതിനുവേണ്ടി അവരുടെ മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പോയിന്റ് ആയിട്ട് നിങ്ങൾ നോക്കേണ്ടത് കേട്ടോ. എല്ലാം ഒരുപാട് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഇനി വരുന്നത്. ജസ്റ്റ് നിങ്ങൾ ആ ഒരു സെന്റൻസിന്റെ മീനിങ് എന്താണ്, ഓവറോൾ ആയിട്ടുള്ള ഒരു മീനിങ് എന്താണ് എന്ന് മനസ്സിലാക്കി വെക്കാനേ നമുക്ക് പറ്റുള്ളൂ. കാരണം ഇത്രയും വലിയ സെന്റൻസുകൾ ആവുമ്പോൾ ബൈഹാർട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഒരുപാട് നമ്മൾ വായിച്ചാലും നമുക്ക് ചിലപ്പോൾ എന്ത് ചെയ്യില്ല, ആ ആശയം പെട്ടെന്ന് കിട്ടിയെന്ന് വരില്ല. അപ്പൊ മെയിൻ ആയിട്ടുള്ള ആശയം എന്താണ്, കോൺസെപ്റ്റ് എന്താണ് ആ ഒരു സെന്റൻസിൽ ഉദ്ദേശിക്കുന്നത്, അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഒബ്ജക്റ്റീവ് അത്രയും മാത്രം നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. നമുക്ക് ചോദിക്കാറില്ല, ഇത്രയും നാളായിട്ടും ചോദിച്ചു കണ്ടിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് വായിച്ച് മനസ്സിലാക്കി വെച്ച് പോയാൽ മതി കേട്ടോ. ബാക്കി പ്രിൻസിപ്പിൾ നോക്കുക, ബാക്കി പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ നോക്കി വെക്കുക കേട്ടോ. നെക്സ്റ്റ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഒബ്ജക്റ്റീവ് കംപ്ലീറ്റ് ചെയ്യാം. ഒരു 14 ഒബ്ജക്റ്റീവ് ഉണ്ട്. അതിൽ 5 തന്നെ നമ്മൾ കഴിഞ്ഞിട്ടുള്ളൂ. ബാക്കി കഴിഞ്ഞ് ഈ ഒബ്ജക്റ്റീവ് കഴിഞ്ഞ് വരുന്ന ഭാഗം കുറച്ച് എളുപ്പമുള്ള ഭാഗം കേട്ടോ. വലിയ ഇത്രയും ഒരു സെന്റൻസ് വൈസ് ആയിട്ട് ഇങ്ങനെ ഒരുപാട് പോയിന്റ്സും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒന്നുകൂടി കുറച്ചുകൂടി ഫ്രീ ആവുന്ന ഒരു ഭാഗമാണ് ഇനി വരുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. താങ്ക് യു. Thank you, ma'am. Thank you, ma'am. Thank you.